15 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്ക് രണ്ടുപേരും പരസ്പരം കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും മാത്രമേ പങ്കുവെക്കാനുണ്ടായിരുന്നുള്ളൂ. ജോൺ മിൽട്ടന്റെ പ്രശസ്തമായ ഒരു കഥയാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ഒരിക്കൽ ഒരനിയനും ജ്യേഷ്ഠനും കടൽ തീരത്തിലൂടെ നടന്നു പോവായിരുന്നു. പെട്ടെന്ന് ജ്യേഷ്ഠൻ അനിയന്റെ മുഖത്തടിച്ചു. അവന് വലിയ സങ്കടം തോന്നി, വിഷമം തോന്നി. പക്ഷേ അവൻ അത് മണൽ തീരത്ത് എഴുതി വെച്ചു. അടുത്ത ദിവസം വീണ്ടും ജ്യേഷ്ഠനും അനിയനും കടൽ തീരത്തിലൂടെ നടന്നു പോവായിരുന്നു. പക്ഷേ കാലുവഴുതി അനിയൻ വെള്ളത്തിലേക്ക് വീണു. ജ്യേഷ്ഠൻ ഒന്നും നോക്കിയില്ല. അവന്റെ കൂടെ ചാടി അവനെ രക്ഷപ്പെടുത്തി. അനിയന് വലിയ സന്തോഷം തോന്നുകയും അവൻ അത് ഒരു പാറ കഷ്ണത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. ഇത് രണ്ടും കണ്ട ജ്യേഷ്ഠൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ നിന്റെ മുഖത്തടിച്ചപ്പോൾ നീ അത് മണൽ തീരത്ത് എഴുതി വെച്ചു. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ എന്തുകൊണ്ടാണ് അത് പാറ കഷ്ണത്തിൽ എഴുതി വെച്ചത്? അനിയൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ എന്നെ അടിച്ചതിന് എനിക്ക് സങ്കടം വന്നു. പക്ഷേ ജ്യേഷ്ഠനോട് എനിക്കൊരിക്കലും പ്രതികാരം തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും പാടില്ല. അത് മണൽക്കരയിൽ എഴുതുമ്പോ തിരമാല വന്ന് മായ്ച്ചു കളയുമല്ലോ. എന്നാൽ ജ്യേഷ്ഠൻ എന്നെ രക്ഷപ്പെടുത്തിയത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ കാര്യമാണ്. ആ നന്മ ഒരിക്കലും മായാതെ എനിക്ക് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്നും കാണുന്ന രൂപത്തിൽ ഞാനത് പാറ കഷ്ണത്തിൽ എഴുതി വെച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരല്ലേ, കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവും പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ. പക്ഷേ പ്രതികാര ബുദ്ധി കൊണ്ട് നടക്കാതെ തിന്മകളെയെല്ലാം പരസ്പരം മറന്നു കളയുക, പുറത്തു കൊടുക്കുക. പകരം നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട്. അവ പാറ കഷ്ണങ്ങളിൽ എഴുതി വെച്ചതുപോലെ ഹൃദയത്തിൽ അങ്ങനെ കൊത്തിവെക്കുക. എപ്പോഴും എപ്പോഴും ഓർത്തെടുക്കുക. പരസ്പരം ബന്ധങ്ങളെ ഊഷ്മളമാക്കുക.